In the next session, we are going to study the nucleotide. Okay, എന്താണ് nucleotide എന്ന് പറഞ്ഞാൽ? See, nucleoside plus phosphoric acid is called as nucleotide. അല്ലേ? ന്യൂക്ലിയോസൈഡിന്റെ കൂടെ ഒരു ഫോസ്ഫോറിക് ആസിഡ് അറ്റാച്ച് ചെയ്യുമ്പോഴാണ് അത് ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറുന്നത്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡിയോക്സി അഡിനൈലിക് ആസിഡ് ഇൻ ദ കേസ് ഓഫ് DNA ആൻഡ് അഡിനൈലിക് ആസിഡ് ഇൻ ദ കേസ് ഓഫ് RNA. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. See here, the deoxyribose sugar, when we are numbering, this is the first carbon, second carbon and third carbon. So third carbon, it will be having a hydroxyl group here, right? Third carbon, it has a hydroxyl free group here, and there we will just write as its 3' end. This is the 3' end. Here this is the fourth carbon, and we know here CH2OH group was there. We have CH2 represented, but here we can see CH2, it will be OH, it will be attached with the phosphoric acid. It is sadharana CH2 represent. It doesn't mean CH2 is not there or something. It will be there. CH2 represent CH2 അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ അഞ്ചാമത്തെ കാർബൺ ആണ് ഈ കാണുന്നത്. ഈ അഞ്ചാമത്തെ കാർബണിൽ ഇരിക്കുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിലാണ് ആര് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്? ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അഞ്ചാമത്തെ കാർബൺ ആറ്റത്തിൽ ഇരിക്കുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് പോയിട്ട് അവിടെ റിയാക്ഷൻ നടന്നിട്ട് അവിടെ അറ്റാച്ച് ചെയ്യുമ്പോൾ that will become the 5' end of that particular molecule. ഇതിന്റെ അഞ്ചാമത്തെ end 5' end 5' or fifth position is nothing but this phosphate group, and the third position, this is the hydroxyl group. And we can see the bond which is present in between the hydroxyl group or the fifth carbon containing hydroxyl and the phosphoric acid, that is called as phosphoester bond. The bond which is present in between nucleoside and phosphoric acid is called as phosphoester bond. Along the bond in between the pentose sugar and phosphate group, that is the phosphoester bond. So here, because of this PO4 minus, phosphoric acid എന്ന് പറയുന്നത് എന്താ? PO4 minus, that gives negative charge to DNA or RNA അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡിന് നെഗറ്റീവ് ചാർജ് കിട്ടാൻ, അതിന് അസിഡിറ്റി കിട്ടാനുള്ള കാരണം എന്താണ്? ആ PO4 മൈനസ് അഞ്ചാമത്തെ പൊസിഷനിൽ ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് കൊണ്ട് ലിങ്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. അതേപോലെ തന്നെ ഹിയർ ഓൾസോ യു സീ ഹിയർ ഇൻ ദ third position the hydroxyl group, it is free here, and here in the first position the adenine it has joined, and in the fifth position the phosphoric acid, it has been joined by phosphoester bond. അപ്പോൾ phosphoester bond ആണ് ന്യൂക്ലിയോസൈഡിനെ ന്യൂക്ലിയോടൈഡ് ആക്കി മാറ്റാൻ യൂസ് ചെയ്യുന്നത്. അവിടെ അഞ്ചാമത്തെ കാർബൺ ആറ്റം ഓഫ് ദ ഡിയോക്സിറൈബോസ് ഓർ റൈബോസ് ഷുഗർ ജോയിൻ വിത്ത് ദ ഫോസ്ഫോറിക് ആസിഡ്. ഇനി നമ്മൾ സാധാരണ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്ന PO4 മൈനസ് എന്നൊന്നും എഴുതാറില്ല, P ഇട്ടിട്ട് അതിനൊന്ന് സർക്കിൾ ചെയ്യാണ് ചെയ്യാറുള്ളത്. അടുത്ത എക്സാമ്പിൾ മുതൽ ഞാൻ അങ്ങനെ എഴുതി വെക്കാം. സോ ഹിയർ ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് ഡിയോക്സി അഡിനൈലിക് ആസിഡ്, ഡിയോക്സി ഗ്വാനിലിക് ആസിഡ്, ഡിയോക്സി guanylic acid. So here when I write the formula, you just see this one will be like this. This will be attached with a guanine, and here we can see one hydroxyl group free, that is its 3' end, and here one phosphate group is attached, that is its 5' end. ഇങ്ങനെയായിരിക്കും നമ്മൾ സാധാരണയായിട്ട് റെപ്രസെന്റ് ചെയ്യുക. ദിസ് ഈസ് ഫോസ്ഫോഎസ്റ്റർ ബോണ്ട്. ഈ ബോണ്ടിന് എന്ത് പറയും? ഫോസ്ഫോഎസ്റ്റർ ബോണ്ട് എന്ന് പറയും. ഈ ബോണ്ടിന് എന്ത് പറയും? എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയും. ആ എൻ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് തന്നെ 1,9 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്, because this is a purine. Now this one, it will be guanylic acid. Okay, ഈ എ ഇട്ടിട്ട് അതിന്റെ മേലെ ഒരു ഹൈഫൻ ഇട്ട് നമ്മൾ ആസിഡ് എന്നാണ് വായിക്കുന്നത്. ഞാൻ സി ഇട്ട് മേലെ വരച്ചപ്പോൾ അത് വിത്തായിരുന്നു, സി ഇട്ട് അടിയിൽ വരച്ച് വെച്ച്. അതൊക്കെ കുറച്ച് ഷോർട്ട് ഫോംസ് ആണ്, നമുക്ക് പെട്ടെന്ന് നോട്ട് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട്. Now guanylic acid we can represent like this. This is guanine, and here
സി ഇവിടെ ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്താൽ പിന്നെ അത് റൈബോസ് ആണോ ഡിയോക്സി റൈബോസ് ആണോ നമുക്ക് കൺഫ്യൂഷന്റെ ഒരു ആവശ്യമില്ല. ഇവിടെ ഈ സെക്കൻഡ് പൊസിഷനിൽ ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഈസ് ദർ, ദെൻ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് എ റൈബോസ് ഷുഗർ. ഇവിടെയും വേണമെങ്കിൽ നിങ്ങളുടെ കൺഫർമേഷന് വേണ്ടിയിട്ട് HH എഴുതി തെറ്റൊന്നുമില്ല. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഇത് എഴുതിയില്ലെങ്കിലും നമ്മൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത് എന്താണ്, അവിടെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇല്ല. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതവിടെ റെപ്രസെന്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇട്ടു. ഫ്രം ദാറ്റ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഈസ് a ribose sugar, and phosphate group will be attached in this position, that is the 5' end of this ribose sugar. Then the next one, it is deoxy thymidine, and there we can say this is the structure thymine, and here the phosphate group, here the 3' end hydroxyl group, and here we can see the same thing. നമുക്ക് ഇവിടെ എന്തായിരിക്കും, ഡിയോക്സി തൈമിഡിലിക് ആസിഡ്. ഓക്കെ, തൈമിഡിലിക് ആസിഡ് നമ്മളിത് വരച്ചത് എന്താണ്, ന്യൂക്ലിയോടൈഡ് ആണ്. ന്യൂക്ലിയോടൈഡ് എന്ന് വരുമ്പോഴത്തേക്ക് ആസിഡിക് കപ്പാസിറ്റി വന്നു കഴിഞ്ഞു അല്ലെ. ഫോസ്ഫേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആസിഡിക് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ റെപ്രസെന്റ് ചെയ്തായി ചെയ്യണം കേട്ടോ. ഞാൻ ഓർക്കാതെ എഴുതിയതാണ്. ദിസ് ഈസ് യൂറിഡിലിക് ആസിഡ്, യൂറിഡിലിക് ആസിഡ് അല്ലെ. തൈമിന് പകരം ഇവിടെ എന്തായിരിക്കും, യുറാസിലായിരിക്കും. കാരണം തൈമിൻ ഇറ്റ് വിൽ നോട്ട് ബി പ്രസന്റ് ഇൻ RNA, ആൻഡ് വി ക്യാൻ സീ ഹിയർ ദിസ് വിൽ ബി അറ്റാച്ച്ഡ് വിത്ത് യുറാസിൽ, and here we can see one hydroxyl group, here we can see one hydroxyl group, this is the 3' end, and here we can see the phosphate group is attached, that is the 5' end, that is uridylic acid. Now the next one, it is deoxycytidilic acid. Deoxycytidilic acid ഇങ്ങനെ തന്നെയാണ്. See here the cytosine will be attached at this position. ഇത് ഞാൻ ഇങ്ങനെ വരച്ചു എന്ന് കരുതി രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ, രണ്ടും വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ വരച്ചപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇവിടെയാണല്ലോ ഇരിക്കണേ, അങ്ങനെ ആ ഒരു ഇതിൽ വരച്ചതാണ്. ഇതും തെറ്റൊന്നുമല്ല, അതും കറക്റ്റ് തന്നെയാണ് കേട്ടോ. So here it will be having HH, or there is no need of representing that. Here it will be a phosphate group. This phosphate group is 5' end. This is 3' end, this is 5' end, this is 3' end of it. Okay, now we will see this one. It will be cytidilic acid, deoxycytidilic acid alla, here it is just cytidilic acid. Then we can see the compound, it will be attached with a cytosine. Here will be one OH, here one OH, H, and here we can see the H, P, 5', 3' end. This is the structure of nucleotide. ഇതാണ് നമ്മുടെ nucleotide structure. So this nucleotide which is present in DNA and RNA, it is different. Nucleotide, it will be formed by a bond in between the 5th carbon atom of the pentose sugar and the phosphoric acid by a linkage, that is phosphoester linkage. Okay. So this is all about the single unit of the nucleic acid. ഇതിനെയാണ് നമ്മൾ സിംഗിൾ യൂണിറ്റ് ഓഫ് ന്യൂക്ലിക് ആസിഡ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ന്യൂക്ലിയോടൈഡിന് അസിഡിക് കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, ദാറ്റ് ഹാസ് നെഗറ്റീവ് ചാർജ്. ആ നെഗറ്റീവ് ചാർജ് എവിടെന്നാ വന്നത്, ഫോസ്ഫോറിക് ആസിഡ് PO4-. നമ്മളിവിടെ ഈ ഫോസ്ഫേറ്റിനെ ഇത് നമ്മൾ ഒരു റൗണ്ട് വരച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതെന്താണ്, PO4- ആണ്. സോ ദാറ്റ് ഗിവ്സ് നെഗറ്റീവ് ചാർജ് ടു ദിസ് DNA. Because of that we will call it as deoxyribonucleic acid. Ribonucleic acid, nucleic acid acidity from phosphate group. Okay, I hope this is clear. Now we will see the next structure of this DNA and RNA. ഇനി നമുക്ക് പഠിക്കേണ്ടത് DNAയുടെയും RNAയുടെയും സ്ട്രക്ചർ ആണ്. നമുക്ക് രണ്ടിന്റെയും മോണോമർ കിട്ടി അല്ലേ. ഇനി ഇതിന്റെ പോളിമർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, how we can draw the structure of a deoxyribonucleic acid, we will see in the next topic. അതിനു മുമ്പ് we will see who has elucidated the structure. ആരാണ് ഇതിന്റെ സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്തത്? The structure of nucleic acid or DNA, it was elucidated by the scientist. The structure of this nucleic acid, it was elucidated by the scientist James Watson and Francis Crick. Okay, James Watson and Francis Crick. Structure of DNA was elucidated by
and they elucidated this structure in 1953. In 1953. Actually 1869 ഫ്രെഡറിക് മീഷർ കണ്ടുപിടിച്ചതാണ് ഇതുപോലെ ന്യൂക്ലിക് ആസിഡ് ഉണ്ടെന്ന്. പക്ഷെ അതിന് ഒരുപാട് വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ അതിനെ എലൂസിഡേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് അതിന്റെ ഉള്ളിലിരിക്കുന്ന ഓരോ ന്യൂക്ലിയോടൈഡിന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് കൂടുതൽ മോളിക്കുലർ ഡീറ്റെയിൽസ് കൊടുക്കാനോ പറ്റിയത് 1953 That was done by this Watson and Crick, and we can see they elucidated this structure with the help of X-ray crystallography. X-ray crystallography ചെയ്ത ആൾക്കാര് from X-ray crystallography which was done by the scientists Maurice Wilkins and Rosalind Franklin. Maurice Wilkins and Rosalind Franklin. ഈ രണ്ട് സയന്റിസ്റ്റ് കൂടിയിട്ടാണ് ഇതിന്റെ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി റെഡിയാക്കിയത്. ഈ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫി റെഡിയാക്കിയപ്പോഴാണ് വാട്സണും ക്രിക്കിനും കൂടിയിട്ട് ഈ DNA സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. DNA സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്തത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണെങ്കിലും that was with the help of X-ray crystallography which was done by these two scientists, that is Maurice Wilkins and Rosalind Franklin. Okay, now ഈ വാട്സണും ക്രിക്കും അദ്ദേഹം DNA സ്ട്രക്ചർ പറഞ്ഞപ്പോൾ he said that is a double helical structure. DNA എന്താണെന്നാ പറഞ്ഞ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണെന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ, അതായത് അതിന്റെ സ്ട്രക്ചർ വന്നിട്ട് നമുക്ക് DNA it will be seen like this. They elucidated the structure like this. The DNA it is complementary. The strands of the DNA is complementary to each other and they have anti-parallelity എന്നൊക്കെ കണ്ടുപിടിച്ചത് ഇവരാണ്. അത് മോളിക്കുലർ ഫോർമുല വരച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് ദ DNA it was found out by Watson and Crick, and also they found out they have complementarity, means the bases which is formed in the nucleotide or in the ribosugar, the bases which is attached, that will be having a complementarity with another base. ആ ബേസിന് വേറൊരു ബേസുമായിട്ട് എപ്പോഴും കോംപ്ലിമെന്റാരിറ്റി ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. എർവിൻ ചാർഗോവ്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെയും കൂടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇവര് അതിന്റെ കോംപ്ലിമെന്റാരിറ്റി കണ്ടുപിടിച്ചായിട്ട്. അതായത് അഡിനിൻ എന്ന് പറയുന്ന ഒരു ബേസ് ആണ് വരുന്നതെങ്കിൽ അഡിനിൻ എപ്പോഴും കോംപ്ലിമെന്ററി ആയിട്ടുള്ളത് തൈമിനായിരിക്കും അവർ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എർവിൻ ചാർഗോഫ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റും കൂടിയിട്ടാണ് അവർ കോംപ്ലിമെന്റാരിറ്റി കണ്ടുപിടിച്ചത്. സോ complementarity was also discovered in the elucidation of DNA structure. DNA structure elucidate ചെയ്തപ്പോൾ തന്നെ അവർ കോംപ്ലിമെന്റാരിറ്റി കണ്ടുപിടിച്ചു. അവിടെ കണ്ടുപിടിച്ച A always pair with thymine. Adenine always pair with thymine, that is by 2 hydrogen bond. Guanine always pair with cytosine by 3 hydrogen bonds. And in the case of RNA and all, adenine instead of pairing with thymine, it was able to pair with uracil. Adenine thymine പകരം യുറാസിലുമായിരുന്നു പെയർ ചെയ്യുന്നത്. അതും ഡബിൾ ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടാണ്. അതുപോലെ ഗ്വാനിൻ ഇറ്റ് വാസ് പെയർഡ് വിത്ത് സൈറ്റോസിൻ ഇൻ ദ കേസ് ഓഫ് RNA. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ അഡിനിനും യുറാസിലും കൂടെ പെയർ ചെയ്യുന്ന പറയുന്നുണ്ടെങ്കിലും ദ നോർമൽ സ്ട്രക്ചർ ഓഫ് ദ RNA എന്ന് പറയുന്ന സിംഗിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ ആണ്. ഇതുപോലെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ അല്ല, ഇതൊരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. ഓക്കെ, ദിസ് ഇസ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. അപ്പൊ ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ടാവാനുള്ള കാരണം കോംപ്ലിമെന്റാരിറ്റി ഓഫ് ദ ബേസസ് ആണ്. അപ്പൊ രണ്ട് ബേസസ് തമ്മിലുള്ള കോംപ്ലിമെന്റാരിറ്റി അനുസരിച്ചാണ് അവർക്ക് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഉണ്ടായത്. അതേപോലെ ഈ കോംപ്ലിമെന്റാരിറ്റി ആദ്യം കണ്ടുപിടിച്ചത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. അത് ആരുടെ ഹെൽപ്പോട് കൂടിയിട്ടാന്ന് വെച്ചാൽ എർവിൻ ചാർഗോഫ്സിന്റെ വർക്കോടും കൂടിയിട്ടാണ് കേട്ടോ. എർവിൻ ചാർഗോഫ് അദ്ദേഹം എന്താ പറഞ്ഞതെന്ന് വെച്ചാല് he found out A, how many are there, that many T will be there. Means AT ratio it will be always 1. അല്ലേ, ഒരു അഡിനിൻ ഒരു സ്ട്രാൻഡിൽ ഉണ്ടെങ്കിൽ അടുത്ത സ്ട്രാൻഡിൽ അതിന്റെ തൈമിൻ ഉണ്ടാവും. അപ്പൊ അഡിനിൻ എത്ര ഉണ്ടോ ഒരു DNA അത്രയും തൈമിനും ഉണ്ടാവണം. അതേപോലെ തന്നെ ഗ്വാനിൻ സൈറ്റോസിൻ റേഷ്യോ വിൽ ബി 1. അപ്പൊ എന്താവും, നമുക്ക് ഈ അഡിനിൻ ആൻഡ് ഗ്വാനിൻ that divided by thymine and cytosine, that also will be equal to
1. അദ്ദേഹം കണ്ടുപിടിച്ച് a plus g divided by t plus c is equal to 1. The ratio in between adenine, guanine and thymine cytosine, it will be 1. അല്ലെ, നമുക്കറിയാം അഡിനിൻ എത്ര ഉണ്ടോ അത്രയുണ്ട് തൈമിൻ, ഗ്വാനിൻ എത്ര ഉണ്ടോ അത്രയുണ്ട് സൈറ്റോസിൻ. അപ്പൊ അതിന്റെ രണ്ടിനെയും കൂടെ റേഷ്യോ എടുത്ത് എത്ര 1 ആവും. സോ ഇതും നമ്മൾ മനസ്സിൽ വെക്കണം ഡി എൻ എയുടെ സ്ട്രക്ചർ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ കേട്ടോ. സോ ഡി എൻ എ സ്ട്രക്ചർ ഇറ്റ് വാസ് elucidated by the scientists Watson and Crick, and they found the complementarity between the base pairs. Because of that, it is in double helical structure, and we can see the DNA it is running in anti-parallel direction. അവര് anti-parallel ആയിട്ടായിരിക്കും anti-parallel directionലായിരിക്കും run ചെയ്യുക. അതായത് if this is the 5' end of one DNA, its opposite it is 3' end, and see here this always will be this end, it will be always 3' end, and the next end of it will be 5' end. So it will be running in 5', 3' direction and 3', 5' direction. It show anti-parallelity എന്നും അദ്ദേഹം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. എങ്ങനെയാണ് ആന്റി പാരലാലിറ്റി വരുന്നത്, ഡി എൻ എ ഫോർമേഷന്റെ സമയത്ത് ആന്റി പാരലാലിറ്റി വരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വിത്ത് ദാറ്റ് ഇറ്റ്സെൽഫ് വി വിൽ ജസ്റ്റ് സീ ദ സ്ട്രക്ചർ ഓഫ് ആർ എൻ എ ഓൾസോ. അപ്പൊ നമുക്ക് ഇനി പഠിക്കുമ്പോൾ ഡി എൻ എയുടെയും ആർ എൻ എയുടെയും കൂടി ആ പോളി ന്യൂക്ലിയോടൈഡ് ചെയിൻ ഉണ്ടല്ലോ, അതങ്ങനെ തന്നെ നമുക്ക് വരച്ചു നോക്കാം. ഓക്കെ, നമ്മള് ഡി എൻ എ കണ്ടുപിടിച്ചത് ആരാന്ന് പറഞ്ഞു. ഡി എൻ എ കുറെ കാര്യങ്ങൾ അവര് കണ്ടുപിടിച്ചു വെച്ച കുറെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഹിയർ now we are going to see the detailed structure of this DNA with the polynucleotide. So DNA structure, RNA structure. ഈ DNA ഏത് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞേ? ഇറ്റ് ഈസ് എ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. ഇറ്റ് ഈസ് എ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. This one will be single stranded structure. This is single stranded structure. Okay, now this DNA it will be formed with an adenine, a phosphate group. Now a hydroxyl group, it will be making pair with the next nucleotide. Is it see here, അടുത്ത ന്യൂക്ലിയോടൈഡ് അവിടെ ഇരിക്കണ്ട, അതിന്റെ ഫോസ്ഫേറ്റ് എവിടെ ഇരിക്കണ്ടാവും? അഞ്ചാമത്തെ പൊസിഷനിൽ ഇരിക്കണ്ടാവും. That phosphate is ready to react with the 3' end of the hydroxyl group of the previous nucleotide. ഈ ന്യൂക്ലിയോടൈഡിന്റെ മൂന്നാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പായിട്ട് റിയാക്ട് ചെയ്യാൻ രണ്ടാമത്തെ ന്യൂക്ലിയോടൈഡിന്റെ അഞ്ചാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് റെഡി ആവും അല്ലെ. സോ ഹിയർ വി ക്യാൻ സി ദ 3' end of this one, it will join with the 5' phosphate group and it will make a bond that is 3', 5' phosphodiester bond അല്ലെ. 3', 5' phosphodiester bond. Now you see here if it is guanine. Now രണ്ട് ന്യൂക്ലിയോടൈഡ് കാണിച്ചിട്ട് ഒരെണ്ണം കൂടി കാണിക്കാം. So here this will be having a hydroxyl group here and we can see the next nucleotide in this place, and here will be one phosphate group. Phosphodiester bond can be formed in between the two nucleotide, and here it will be having a thymine group, you just imagine. Now this has to make pair with the next base, then only we can see the complementarity in between the bases. നമ്മൾ പറഞ്ഞത് എന്താ? Adenine pairs with the thymine, guanine pairs with the cytosine. See, ഇപ്പൊ ഈ രണ്ട് സ്ട്രാൻഡിൽ ഇരിക്കുന്ന അതായത് ഈ സ്ട്രാൻഡിൽ ഇരിക്കുന്ന ന്യൂക്ലിയോടൈഡിൽ ഈ സ്ട്രാൻഡിൽ ഒരു ന്യൂക്ലിയോടൈഡിൽ ഇരിക്കുന്ന അഡിനിൻ അടുത്ത സ്ട്രാൻഡിലെ ഒരു ന്യൂക്ലിയോടൈഡിൽ ഇരിക്കുന്ന തൈമിനുമായിട്ട് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ? അഡിനിനും തൈമിനും ഫേസ് ടു ഫേസ് ഇരിക്കണം. അഡിനിനും തൈമിനും ഫേസ് ടു ഫേസ് ഇരിക്കണമെങ്കിൽ എന്താണ്? അതിന്റെ ഡിയോക്സി റൈബോ ഷുഗർ ഫസ്റ്റ് പൊസിഷൻ ഷുഡ് ബി ഫേസ് ടു ഫേസ്. ഇതിന്റെ ഫസ്റ്റ് പൊസിഷൻ നമ്മൾ ഇതാ ഇങ്ങനെ തന്നെ വരച്ചാൽ അത് അങ്ങോട്ട് തിരിഞ്ഞിരിക്കും അല്ലെ. അങ്ങനെ വരയ്ക്കുക. അപ്പൊ നേരെ തലകുത്തി വരച്ച് നോക്കിക്കേ. See here, this is the first position of this deoxyribose. So it will be attached with a thymine. So here two hydrogen bonds can be formed, right? ഒന്നുകൂടെ കൺസിസ്റ്റന്റ് അല്ലാത്ത രീതിയിൽ വരയ്ക്കാം. So here just
Here one thymine will be there. This thymine can be attached with adenine in this place. Is it right? Now we can see which is the fifth position here. This is the fifth position here. This is the third position, third hydroxyl group. Here it will be third hydroxyl group. So here we can say 3' N. This is the 5' N. This is the 3' N, right? Now we are going to see the next deoxy nucleotide. This is the phosphate group. This will be the hydroxyl group. This hydroxyl group, it can make pair with the phosphate of the first deoxyribonucleotide, right? And here we can see this is attached with a cytosine and it is joining together with the 3 hydrogen bonds, right? Now you see the next nucleotide, if I am drawing, this will come like this. Here this is the third carbon atom, third position hydroxyl group. This will make a pair with phosphoric acid here, and here we can see one phosphate is attached, and here we can see it is attached with adenine. Adenine, it can make pair with thymine. So here you see this is the 2 strands of the DNA. ഇതാണ് 2 strand DNA എന്ന് പറയുന്നത്. This 2 strands of DNA, this is the backbone of DNA. So backbone of DNA is deoxyribose and phosphate. Deoxyribose and phosphate. Deoxyribose and phosphate. That is the backbone of DNA. Nitrogen bases are protruding inside. Nitrogen bases are protruding inside. So here we can see the nitrogen bases, it is protruding inside and it is making a hydrogen bond that will make stability to this double helical structure of DNA. Double helical structure of DNA എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ backbone. ഞാൻ വരച്ചത് ഈ കാണുന്നതാണ് ഇതിന്റെ backbone എന്ന് പറയുന്നത്. കണ്ടോ? ഈ ബാക്ക്ബോണിൽ കൂടെ ആരായിരിക്കുന്നത്? അതിന്റെ ഷുഗറും ഫോസ്ഫേറ്റും മാത്രമായിരിക്കണല്ലോ. ഇതിന്റെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്നത് ആരാണ്? ദാറ്റ് ഈസ് ബേസസ്. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, അങ്ങനെയുള്ള ബേസസ് ആണ് ഇതിന്റെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്നത്, അല്ലെ? സോ ദിസ് ഹൈഡ്രജൻ ബോണ്ട്, ഇതിന്റെ ഇടയിലുള്ള ഈ ഹൈഡ്രജൻ ബോണ്ട് ആണ് ആർക്ക് സ്ട്രെങ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആർക്ക് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്? ഈ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? കോംപ്ലിമെന്ററി ബേസസ് which make the hydrogen bonds in between them. Okay, so the hydrogen bonds present in between them that give stability to this DNA, and also base stacking appearance that also gives the stability to DNA. ഇത് നോക്കിക്കേ, ഇവര് ഈ അഡിനിൻ ആൻഡ് തൈമിൻ ഞാൻ ഇങ്ങനെ വരച്ചു വെച്ചിട്ടില്ലേ? ഇനി ഞാൻ ഈ അഡിനിന്റെയും തൈമിന്റെയും സ്ഥാനത്ത് അതിന്റെ ജസ്റ്റ് സ്ട്രക്ചർ വരച്ച് കാണിച്ചു തരാം. See here, adenine it will be having a structure like this. Thymine എങ്ങനെയായിരിക്കും? It will be having a structure like this. Guanine എങ്ങനെയായിരിക്കും? Guanineനും ഇതേപോലെ തന്നെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അല്ലെ? അപ്പൊ ഗ്വാനിന്റെ പ്ലേസിൽ നമ്മൾ ഇതിങ്ങനെ കുറച്ച് കയറ്റി ഇമാജിൻ ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ രണ്ടാമത്തെ ഇത് വരയ്ക്കുന്നുണ്ട്. രണ്ടാമത്തെ ഗ്വാനിൻ, if I am drawing like this, see, this is a guanine structure. സൈറ്റോസിൻ എങ്ങനെയായിരിക്കും? ദാ ഇങ്ങനെയായിരിക്കും സൈറ്റോസിൻ. Now if you see, ഇത് നേരെ ഇതിന് മുകളിലേക്ക് അങ്ങ് കയറ്റി വെക്കാതിരിക്കട്ടെ. ഞാനിവിടെ എഴുതിയേക്കുന്നതുകൊണ്ടല്ലേ എനിക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ ഞാനിത് മാച്ച് കളഞ്ഞിട്ട് വരയ്ക്കുകയാണെങ്കിൽ you just see this bases, it will be joining like this. And here we can see the next base. ഇങ്ങനെയായിരിക്കും കാണാം, അല്ലെ? ഒന്ന് ഇതിന്റെ ഉള്ളിലേക്ക് കയറി ഇരിക്കുന്ന പോലെയാണ്. That means the bases, it is not easy to separate even though the hydrogen bonds are broken. Hydrogen bonds break ചെയ്താൽ അത്ര പെട്ടെന്നൊന്നും നമുക്ക് എന്തിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല? ബേസസിനെ തിരിച്ചെടുക്കാൻ പറ്റില്ല. അതൊരു തരം ഒരു ട്രാപ്പിന്റെ ഉള്ളിൽ പെട്ട പോലെയാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാക്ക് ചെയ്ത പോലെയാണ് കാണാം. ഒന്നൊന്നിന്റെ മേലെ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെ. എവിടെ ഡിപ്രഷൻസ് ഉണ്ടോ ആ ഒരു ഭാഗത്തേക്ക് അതിന്റെ റിയാക്റ്റീവ് ഗ്രൂപ്പ് അല്ല അങ്ങനെ കയറിയായിരിക്കും ഇരിക്കുന്നത്. അതുണ്ട്. അതാ ഇവിടെ ഓരോ കൂർത്തിരിക്കുന്ന ഭാഗം അതിന്റെ ഉള്ളിലേക്ക്, ആ ഡിപ്രഷന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നുണ്ട്. It is not easy to separate these bases. Okay, so here we can say the stability of the DNA, it is stability of double helical structure. Helix is hydrogen bonds between complementary bases and the base stacking.
ഇനി എന്താ പറയാ? ബേസ് സ്റ്റാക്കിംഗ് എന്ന് പറയും കേട്ടോ. ഇനി നോക്കിക്കേ, the DNA it will be running in anti-parallel direction അല്ലെ? ഒന്ന് 5' എൻഡ് ആണെങ്കിൽ ഇവിടെയും 5' എൻഡ് വന്നാൽ നേരെ opposite directionൽ ബേസ് തിരിഞ്ഞിരിക്കുന്നു. So there is no way of making the hydrogen bond with the two bases, right? അപ്പോൾ നേരെ ഇപ്പുറത്തേക്ക് തിരിഞ്ഞിരിക്കണമെങ്കിൽ എന്ത് വേണം? അത് ആന്റി പാരലൽ ഡയറക്ഷനിൽ റൺ ചെയ്താലേ it will be able to make the bonds in between them. So one, if it is running in 5', 3' direction, another one it has to run in 3', 5' direction. That is showing anti-parallelity. Okay, so here once again we will see these all structure, double helical structure, in which the double helical structure it will be formed because of the complementarity between the bases, that is adenine, thymine, guanine, cytosine. Actually അത് introduce ചെയ്ത എർവിൻ ചാർക്കോഫ് ആണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, A+G divided by T+C is equal to 1 എന്ന് പറഞ്ഞു. A/T is equal to 1, G/C is equal to 1 എന്ന് പറഞ്ഞാൽ ഓരോ ബേസിസും കോംപ്ലിമെന്ററി ആയിട്ടാണ് കാണുക എന്നാണ് അതിന്റെ അർത്ഥം. അതേപോലെ നമ്മൾ DNA-യുടെ സ്ട്രക്ചർ എലൂസിഡേറ്റ് ചെയ്തപ്പോൾ DNA-ക്ക് ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണെന്ന് കണ്ടുപിടിച്ചു. ആ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിന്റെ ബാക്ക് ബോൺ ഉണ്ടാക്കിയിട്ടുള്ള ഷുഗറും ഫോസ്ഫേറ്റും കൊണ്ടാണ്. അതിന്റെ ഉള്ളിലേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന പെർപെൻഡിക്കുലർ ആയിട്ട് ബാക്ക് ബോണിൽ നിന്ന് ഉള്ളിലേക്ക് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നതിന് നമ്മൾ ബേസ് പെയറിംഗ്, ആ ബേസ് പെയറിംഗ് കൊണ്ടാണ് അത് അങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നത്. അതേപോലെ ദ ബേസ് പെയർസ് ഇറ്റ് ഈസ് ഫോംഡ് ബൈ ഹൈഡ്രജൻ ബോൺസ്. Adenine it pairs with the thymine with the help of 2 hydrogen bond. Guanine and cytosine it will make 3 hydrogen bonds in between them. Adepole we can see this bases it is arranged in a manner where it will be stacked over the other. Oru base വേറെ ഒന്നിന്റെ മേലെ stack ചെയ്തിട്ടായിരിക്കും കാണാം. That base stacking appearance is also giving more stability to DNA, we can say, or the double helical structure it is more stable because of this base stacking appearance. ഇനി നമുക്ക് കുറെ salient features of the double helical structure of DNA കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കിക്കേ, first one it is a 2 polynucleotide chain where the backbone is sugar and phosphate, we said it is, and one is running in 5' direction to 3' direction, another one is 3' to 5' direction, that also we said. And the bases which is present in the 2 strands it is joined together by hydrogen bond. Adenine it joined with the thymine, that is by 2 hydrogen bonds, and guanine joined with the cytosine by 3 hydrogen bonds. The next one, if we see, the 2 chains are coiled in a right-handed fashion. രണ്ട് ചെയിനും ഏത് ഫാഷനിലാണ് കോയിൻ ചെയ്തിട്ടുള്ളത്? അത് റൈറ്റ് ഹാൻഡഡ് ഡയറക്ഷനിലാണ് കോയിൽ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മളിപ്പോ ഒരു സ്റ്റെയർ കേസ്, ഒരു സ്പൈറൽ സ്റ്റെയർ കേസ് കയറുന്ന പോലെയാണ് DNA-യുടെ സ്ട്രാൻഡ്. അതിന്റെ ഓരോ സ്റ്റെപ്പും ഓരോ ബേസ് പെയർ ആണെങ്കിൽ ഇതാ here it will be rotating like this in the clockwise direction. That is called as the right-handed helical structure of DNA. ആ റൈറ്റ് ഹാൻഡഡ് ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA നമ്മുടെ ബോഡിയിൽ സാധാരണ കാണുന്ന നാച്ചുറൽ ഫോമിൽ നമ്മൾ BDNA എന്നാണ് പറയാം. സാധാരണ നമ്മുടെ ബോഡിയിൽ കാണുന്ന ഡബിൾ ഹെലിക്കൽ റൈറ്റ് ഹാൻഡഡ് ഹെലിക്കൽ സ്ട്രക്ചർ DNA we will call as the we will say as BDNA. Okay, അതാണ് നാച്ചുറൽ ഫോം ഓഫ് DNA കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, പലതരത്തിലുള്ള DNA ഉണ്ട്. നമുക്ക് അങ്ങോട്ട് ഇത് ഈ സലിയൻ ഫീച്ചേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അതേപോലെ ഒരു നമ്മൾ പറഞ്ഞ അതൊരു സ്പൈറൽ സ്റ്റെയർ കേസ് പോലെയാന്ന് പറഞ്ഞു. സോ ഇറ്റ് വിൽ ബി റണ്ണിങ് ലൈക്ക് ദിസ് ആൻഡ് റീച്ച് ടു ദിസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ 180 ആംഗിൾ വെൻ ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ്. ഇറ്റ് വിൽ ബി ഹാവിംഗ് 5 steps in it. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതായത് നോക്കിക്കേ, ഇതൊരു 180 ഡിഗ്രി തിരിഞ്ഞു കഴിയുമ്പോൾ ഉള്ള ബേസ് പെയറിംഗ് ആണ്. അത് നോക്കിക്കേ, 5 സ്റ്റെപ്പ് കാണാം നമുക്ക് അല്ലെ. 5 base pairs are present in it, and we can see again another 180 when it is turning, that will be having another 5 steps. So the gap in between the 2 steps, ആ രണ്ട് ബേസ് പെയർസിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് 0.34 നാനോമീറ്റർ ആണ്. 0.34 നാനോമീറ്റർ, that is the distance between the base pairs. Okay, distance between 2 bases. 2 base pairs, that is 0.34 nanometer. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഹെലിക്കൽ ടേണിന് എത്ര ബേസ് പെയർസ് വേണം നമ്മൾ പറഞ്ഞ 10 ബേസ് പെയർസ് വേണം. അതായത് ഒരു സ്പൈറൽ സ്റ്റെയർ കേസ് ഇവിടെ കറങ്ങിയതാ ഇവിടെ എത്തി കഴിയുമ്പോഴത്തേക്ക് 5 ബേസ് പെയർസ് ആവും. തിരിഞ്ഞ് മേലെ നമ്മുടെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 10 ബേസ് പെയർസ് വേണം. സോ ഹിയർ വി ക്യാൻ സേ 1 helical turn it will be having 1 helical turn that is equal to 3.4 nanometer, or 1 helical turn it is
10 base pairs, that is equal to 3.4 nanometer. So here 1 nanometer is equal to 10 raised to minus 9 meter. 1 nanometer is equal to 10 raised to minus 9 meter. 1 billionth of a meter is 1 nanometer. 1 billionth of a meter is 1 nanometer. അതേപോലെ തന്നെ വേറൊന്നുണ്ട്, the diameter in between the two strands of DNA. ഈ രണ്ട് DNA സ്ട്രാൻഡിന്റെ ഇടയിലുള്ള diameter that will be always uniform. എന്തുകൊണ്ടാണ് അത് always uniform ആവുന്നത്? Purine always pair with pyrimidine. Purine എത്ര റിംഗ് ഉണ്ട്? 2 റിംഗ് ഉണ്ട്. pyrimidine എത്ര റിംഗ് ഉണ്ട്? 1 റിംഗ് ഉണ്ട്. അപ്പൊ purine when it is pairing with pyrimidine, it always make 3 rings in between the two strands. അല്ലെ? എപ്പോഴും രണ്ട് സ്ട്രാൻഡിന്റെ ഇടയ്ക്ക് 3 റിംഗ് ആയിരിക്കും പ്രസന്റ് ആയിട്ടുള്ളത്. So here we can say it will maintain a uniform diameter for the DNA because of purine pyrimidine base pairs. So here we can say the diameter of DNA is 2 nanometer. Diameter of DNA is 2 nanometer. Okay, sadharana DNA da diameter vanditte 2 nanometer aanu. Okay, now we will see next one. If we see the next salient feature, that the plane of one base pair, it is stacked over the other base pair, that gives the stability to additional stability to double helical structure in addition to that base pairing, complementary base pairing.